സിനിജി, ശബരിമല വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രേഖകളൊക്കെ കിട്ടി, അതായത് വിജയ് മല്യ സ്വർണം പൂശി എന്ന് പറയുന്ന രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 വമ്പന്മാരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ വരുന്നു. 11 ജീവനക്കാരെ 11 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. സ്വാഭാവികമായും ഈ ശബരിമല വിഷയം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എങ്ങനെയാകും ഈ കേസ്? ഇപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെന്ന് പറയുമ്പോൾ 2019-ലെ 2025-ലെയാണ് സ്വാഭാവികമായും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്കും സത്യം തുറന്നു പറയേണ്ടി വരില്ലേ? അല്ല, ഇപ്പൊ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീർ കുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇപ്പം ഇഞ്ചക്കൽ വെച്ച് ചോദ്യം ചെയ്തു. ഇയാളിൽ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കിട്ടി. കൂടാതെ വിജയ് മല്യയുടെ കാലത്ത് അന്ന് സ്വർണം പൂശിയ ഈ ദ്വാരപാലക ഈ വിഗ്രഹത്തിൽ ചാർത്തിയ ഈ സ്വർണ്ണപ്പാളികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് ഈ രേഖപ്പെടുത്തിയ സാധനങ്ങളൊന്നും കാണാതെ പോയി, അല്ലെങ്കിൽ ഇതിന് വേണ്ടത്ര തെളിച്ചമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീണ്ടും സ്വർണം പൂശാൻ പോയി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പിന്നീട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇത് ചെമ്പ് പാളി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും മുരാരി ബാബുവിനെ മുമ്പിലിരുത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുമ്പിലിരുത്തി ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചും മനസ്സിലാക്കി. ഇവരിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരം കിട്ടി. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരിലേക്ക് പതുക്കെ അന്വേഷണം നീങ്ങും. ഉന്നതർ എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ, മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് എന്ന് പറയപ്പെടുന്നു. എന്നാലും അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇവർ പുറത്തു വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് കൂട്ടുനിന്ന കുറേ അധികം ഉദ്യോഗസ്ഥരുണ്ടാവില്ലേ? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ നോമിനികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 11ഓളം പേരാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും. കാരണം ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകണം, ശബരിമലയിൽ നിന്ന് പമ്പ വരെ എത്തിച്ച് അവിടെ നിന്നാണല്ലോ പിന്നീട് വാഹനത്തിൽ കൊണ്ടുപോകട്ടെ. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിലെ കുറേ അധികം ഉദ്യോഗസ്ഥരെ പിന്തുണ വേണം. ഇവരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ വിവരം ചോർത്തി കൊടുക്കുകയോ ചെയ്തായിരുന്നെങ്കിൽ ഈ പദ്ധതി നടപ്പാകില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കയ്യിൽ അറിയാമെങ്കിലും ആ വിവരങ്ങളൊന്നും പുറത്തു പറയുന്നില്ല. കാരണം സർക്കാരിനെ ഇവിടെ സംരക്ഷിച്ചേ പറ്റൂ. സർക്കാരാണ് ദേവസ്വം ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ ദേവസ്വം ബോർഡിലുള്ള ആളുകൾ ഇതിനകത്ത് അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 11 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, 2 ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരും, ഒപ്പം ഇപ്പോൾ അറസ്റ്റായ സുധീഷ് കുമാർ, ഈ പറയുന്ന 2 മുരാരി ബാബു, അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ ഈ കൂട്ടുകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൂട്ടുകച്ചവടത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെ പുറത്തു വരില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ 2019-ലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടന്നിട്ടുള്ളത്, സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. സർക്കാർ 30 കൊല്ലം മുമ്പേ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഹൈക്കോടതി പറഞ്ഞത് 2019 മുതലുള്ളത് അന്വേഷിച്ചാൽ മതി. കാരണം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കള്ളത്തരം നടന്നിട്ടുള്ളത്. ഈ 5 വർഷം ഈ 2019-ൽ ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയ സ്വർണം ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്രയും വർഷം അയാൾ അതൊന്നും ചെയ്യാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അപ്പോഴും വിജയ് മല്യ സ്വർണം എത്ര സ്വർണമാണ് പൂശിയത്, ആ പൂശിയതിന്റെ രേഖകളില്ല, മിനിറ്റ്സ് ഇല്ല, മരാമത്ത് രേഖകളില്ല. ഇതൊക്കെയാണ് ഇതുവരെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായങ്ങൾ. കോടതി കൃത്യമായി പറഞ്ഞു ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കണം. അവസാനം SIT പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. രേഖകളെല്ലാം, മിനിറ്റ്സ് പിടിച്ചെടുത്തു, മരാമത്ത് രേഖകൾ അടക്കം പിടിച്ചെടുത്തു. പിന്നീടാണ് ഈ സുധീറിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചതും ഒക്കെ. അപ്പോൾ പോറ്റിയിൽ നിന്നപ്പോൾ പോറ്റി പറയുന്നത്, ജയിലിൽ പോയ സമയത്ത് തന്നെ പോറ്റി പറയുന്നത്, എന്നെ കുടുക്കിയവരെ ഞാനും കൊടുക്കും, എന്നെ ആരാണോ ഇതിലേക്ക് തള്ളിവിട്ടത് അല്ലെങ്കിൽ എന്നെ ആരാണോ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവരെ ഞാനും പുറത്തു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിനൊരു മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡിന് ഒരു പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം ബോർഡിന് ജീവനക്കാരുണ്ട്. മന്ത്രിയും പ്രസിഡന്റും ഒന്നും അറിയാതെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദിവസം രാവിലെ വന്നിട്ട് കട്ടളപ്പാളി എടുത്തോണ്ട് പോകുന്നു, ദ്വാരപാലക വിഗ്രഹം എടുത്തോണ്ട് പോകുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മുരാരി ബാബു എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിചാരിച്ചാൽ ഒരു ദിവസം, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ ഇളക്കിക്കൊണ്ട് പോകാമല്ലോ അവർക്ക്. ഇതൊക്കെ അറിഞ്ഞ് കൃത്യമായ ഗൂഢാലോചനയുടെ പുറത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചില ഉന്നതന്മാരിലേക്ക് കേസ് എത്താതെ ചില ചെറിയ മീനുകളിലേക്ക് മാത്രം കേസ് ഒതുക്കി തീർക്കാനുള്ള ചില രീതികൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം പൊതുജനം ചോദിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ പൊതുജനങ്ങളുടെ മുമ്പിൽ
പൊടിയിടുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. അതെ. ഇപ്പൊ സാധാരണഗതിയിൽ ശബരിമല എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ വിശ്വാസ കേന്ദ്രം കൂടിയാണ്. മണ്ഡലകാലം അടുത്തു, ഇനി കഷ്ടിച്ച് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ മണ്ഡലകാലത്തിന് തുടക്കമാകും. ഈ മണ്ഡലകാലത്തിന് തുടക്കമാകുമ്പോൾ ശബരിമലയിൽ കൊണ്ട് കോടാനുകോടി രൂപ നിക്ഷേപിക്കുന്ന ഭക്തർ, ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാളികളും അല്ലാത്തവരുമായ ആളുകൾക്കിടയിലേക്ക് ഈ വാർത്ത എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങൾ അതുപോലെ തന്നെ വാർത്തകൾ ചെയ്യും. കേരളത്തിൽ വരുന്ന ഭക്തന്മാർ നൽകുന്നത് പോലെയല്ല ഇതര സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭക്തർ കൊണ്ടുവന്ന് അവിടെ കാണിക്കയിടുന്നത്. നമ്മളൊക്കെ ഇപ്പം 100 രൂപ 500 രൂപ എന്നൊക്കെ ഇടും. അവർ ഒരു വർഷത്തെ അവരുടെ ബിസിനസ്സിൻ്റെ വലിയൊരു ഒരു ഷെയർ അയ്യപ്പൻ്റെ ആണ് എന്ന രീതിയിൽ മാറ്റി വെച്ചിട്ടാണ് ഈ പൈസ കൊണ്ടിടുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന പൈസ മുഴുവൻ കേരള സർക്കാരിൻ്റെ ബിനാമികളായിട്ടുള്ള ദേവസ്വം ബോർഡ് പോലെയുള്ള ഈ ഏജൻസികൾ അവരുടെ ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുമെന്ന് പറയാൻ ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്ന ഇടത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ്. മണ്ഡലകാലം അടുക്കുന്ന സമയത്ത് പഴയതുപോലെ ഭക്തർ വന്നില്ലെങ്കിൽ, അല്ലെ ശബരിമലയിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ അത് പ്രതിസന്ധിയാണ്. നമുക്കറിയാലോ, ഓരോ വർഷവും അവിടെ ഈ വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അടുത്ത ഇത്രയധികം ആളുകളെ ഒരു ദിവസം കയറ്റാൻ പറ്റില്ല, പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് പറയും. ഇത്തരത്തിലുള്ള കുറേ പ്രതിസന്ധികൾ, കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വരുന്ന ഭക്തന്മാരുടെ എണ്ണത്തിൽ കുറവ് വരും. സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വന്നെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ദേവസ്വം ബോർഡിന് വരുമാനം ഉണ്ടാവില്ല. ശബരിമലയിൽ കിട്ടുന്ന വരുമാനമാണ് കേരളത്തിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിനെ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ദേവസ്വം ബോർഡിന് കാണിക്കയായിട്ട് നൽകുന്ന, അയ്യപ്പന് കാണിക്കയായിട്ട് നൽകുന്ന സ്വർണത്തിൻ്റെ ഒരു വലിയ പങ്ക് എങ്ങനെയോ ഉരുക്കിയെടുത്തിട്ട് കുറേ പേര് തട്ടിയെടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണം അവിടെ നിന്ന് ഉരുക്കിയെടുത്തു എന്നുള്ളത് സത്യമാണ്. ഇത് പലരിലേക്ക് ഷെയർ ചെയ്തു. എനിക്കതിൻ്റെ ഗുണം കിട്ടിയില്ല എങ്കിൽ 340-400 ഗ്രാമോളം ഉരുക്കിയ സ്വർണത്തിൻ്റെ പങ്ക് എവിടേക്ക് പോയി? ഈ കാര്യങ്ങളൊക്കെ തന്നെ കർണാടകയിലെ ജ്വല്ലറി ഉടമയും ജ്വല്ലറിയിൽ ജോലിക്ക് നിന്ന ആളും വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ സർക്കാർ ഇനി മറുപടി പറയേണ്ടി വരില്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഈ SIT ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ, അല്ലെങ്കിൽ അയാളെ കേസിലെ പ്രതിയാക്കി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഇമേജ് കംപ്ലീറ്റ് തകരും. ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്നതാരാ? കേരള സർക്കാരാ, നമ്മുടെ ആഭ്യന്തര വകുപ്പാണ്. ഈ ആഭ്യന്തര വകുപ്പ് അത്തരത്തിലൊരു വിട്ടുവീഴ്ച നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് ഒറ്റയടിക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ 11 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഇവിടെ കുരുക്കിലാക്കും. 11 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കിയാൽ അവർ കൃത്യമായിട്ട് ഒരാളെങ്കിലും ഇവർക്കെതിരെ തിരിച്ചു പറയും. ഒന്നുകിൽ CPM നിശ്ചയിക്കുന്നത് പോലെ, പാർട്ടി നിശ്ചയിക്കുന്ന പോലെ പറയാൻ കഴിവുള്ള, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിച്ചെടുക്കുമെന്ന് ഉറപ്പ് നൽകുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഈ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമേ ഇവരോട് യോജിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. 11 പേരെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട ബാക്കി ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ മുമ്പിൽ അവർ അപഹാസ്യരായി പോവുകയാണ്, കള്ളൻ എന്നുള്ള മുദ്ര ചാർത്തപ്പെടുകയാണ്. മാത്രമല്ല അയ്യപ്പനെതിരെ പ്രവർത്തിച്ചവർക്കൊക്കെ എന്തൊക്കെ തിരിച്ചടി കിട്ടിയെന്ന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ചുറ്റും കാണുന്ന, ഇവിടെ അയ്യപ്പന് കൊടുത്ത കാണിക്കയിൽ നിന്ന് സ്വർണം കവർന്നു എന്നുള്ള ഗുരുതരമായ. അപ്പോൾ ശരിക്കും ശബരിമലയിൽ കവർച്ച നടന്നു എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാണ്ട് പ്രഖ്യാപിക്കുന്നു. ഇനി ഹൈക്കോടതി നേരിട്ട് ചില കാര്യങ്ങൾ ചോദിക്കും. ഈ ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി മാധ്യമങ്ങളിലേക്ക് ചോർന്നു പോകരുത് എന്നൊരു നിബന്ധത പോലും സർക്കാർ മുന്നോട്ട് വെച്ചേക്കാം. അതിനുള്ള സാധ്യതയും കാണുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസ് എങ്ങനെ പോകുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.